അവൻ ജീവിക്കുന്നവന് അവന്റെ അവസാനം കാണാൻ വേണ്ടി നന്ദനെ ഉപദ്രവിച്ച നിനക്ക് എന്ത് കിട്ടാനാ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ദേവിക്ക് പ്രഭാവതിക്ക് വാക്ക് കൊടുക്കുവാണ്. അമ്മയുടെ മകനെ, അതായത് നന്ദനെ താനൊരു പോകൽ പോലും ഏൽപ്പിക്കാതെ അമ്മയ്ക്ക് മുന്നിൽ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും, ഇത് എന്നെ വിശ്വസിക്കമ്മേ, ഇത് എന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിക പ്രഭാവതിയുടെ അടുത്ത് സംസാരിക്കുവാട്ടെ. അപ്പൊ പ്രഭാവതി നമ്മുടെ ദേവിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വളരെ സമാധാനപരമായി. പക്ഷെ അപ്പുറത്താണെങ്കിലും നമ്മുടെ ഋഷി ഉറഞ്ഞു തൊള്ളുവാണ്. നമ്മുടെ അരുന്ധതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അവനെ തീർക്കണം, എനിക്ക് അവനെ തീർത്താലേ എനിക്ക് എന്താ പറയാ, എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അരുന്ധതി പറയുന്നുണ്ട്, എടാ നിന്റെ പക നിർത്താറായില്ലേ, നന്ദനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, നന്ദനെ കൊന്നാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ എന്ന് പറയുന്നതും കാണാം. അപ്പുറത്ത് കുറെ ഗുണ്ടകൾ ചേർന്ന് നമ്മുടെ നന്ദനെ കത്തിക്ക് കുത്തി കൊലപ്പെടുത്തുന്നതും കാണാട്ടോ. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? മിക്കവാറും നമ്മുടെ നന്ദനെ കുത്തുന്നത് കാണിച്ചത് നമ്മുടെ പ്രഭാവതിയുടെയോ ദേവികയുടെയോ സ്വപ്നമാകാനാണ് സാധ്യത കൂടുതൽ. അല്ലെ കൂട്ടുകാർ, എത്രയും വേഗം നമ്മുടെ ഗിരീഷ് ഏട്ടനെങ്കിലും പോയിട്ട് നമ്മുടെ നന്ദനെ രക്ഷിച്ചു കൊണ്ടുവരട്ടെ. ആ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലെ? ഗിരീഷ് അല്ലെങ്കിൽ എസ്തപ്പാൻ ചേട്ടൻ, അല്ലെ? ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ നന്ദനെ രക്ഷിക്കാൻ കൂടുതൽ സാധ്യത. ഇതെല്ലാം കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.